ഞാൻ ചാലിപ്പള്ളി ഇടവകയിൽ നിന്നും വരുന്നു. ചേർത്തലയാണ് എൻ്റെ സ്ഥലം. ഞാൻ ഉടമ്പടി എടുത്തത് നവംബർ 10, 2022 ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ ഒരു വിസയുടെ പ്രോബ്ലത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടിയിലേക്ക് വന്നത്. ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ടുള്ളൊരാഗ്രഹമായിരുന്നു പുറത്ത് പോയി ജോലി ചെയ്യുന്ന എന്നെയാണ് ഞാൻ കണ്ടേക്കുന്നത്. അതായത് ഞാനൊരു 8ാം ക്ലാസ് 9ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ തൊട്ട് ഞാൻ എന്നെ തന്നെ കണ്ടേക്കുന്നത് പുറത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് കണ്ടേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കുട്ടികൾ പോകുന്നത് കൊണ്ട് എനിക്ക് ഇഷ്ടം തോന്നി പോകാൻ തീരുമാനിച്ചതല്ല, കുഞ്ഞിലേ തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ +2 കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഡോക്ടർ ആവണമെന്നൊരാഗ്രഹം തോന്നി. ഞാൻ എൻട്രൻസിന് പോയി. 5.5 വർഷത്തെ BDS ഞാൻ നന്നായി തന്നെ കംപ്ലീറ്റ് ചെയ്തു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്. എപ്പോഴും ഞാനിതൊക്കെ പറയാനുള്ള കാരണം എൻ്റെ മെറിറ്റ് കൊണ്ടല്ല ഞാനിവിടെ നിൽക്കുന്നത്. അത്രയധികം തടസ്സങ്ങൾ എൻ്റെ വിസയുടെ കാര്യത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വിശദമായി പറയുന്നത്. ഞാൻ 5.5 വർഷത്തെ BDS പഠിക്കുന്ന സമയത്ത് ആദ്യത്തെ 10 എടുത്തു കഴിഞ്ഞാൽ അതിലെൻ്റെ പേര് കാണും. അത്രയും ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അത്രയും നല്ല മാർക്കുണ്ട്. ഒന്നിൽ പോലും ഞാൻ സപ്ലിയോ അങ്ങനെ ഒരു കാര്യങ്ങളും ഇല്ല. പഠിച്ചിറങ്ങി 2 ആഴ്ചയ്ക്ക് ശേഷം ഞാനൊരു ക്ലിനിക്കിൽ ജോയിൻ ചെയ്തു. അപ്പോൾ എനിക്ക് കരിയർ ഗ്യാപ്പില്ല. അപ്പോൾ എഡ്യൂക്കേഷൻ വൈസ് നോക്കുവാണെങ്കിലും വളരെയധികം നല്ല മാർക്കുണ്ട്. പെട്ടെന്ന് തന്നെ ജോലി കയറാൻ പറ്റി. സ്ഥിരമായിട്ട് തന്നെ ആ ജോലിയിൽ നിന്നു. അങ്ങനെ ഞാൻ ആ ജോലിയിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡെൻറ്റിസ്റ്റായിട്ട്. അപ്പോൾ അങ്ങനെ ജനുവരി 2022 ആയപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി നമുക്ക് പുറത്തേക്കൊന്ന് നോക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ രാജ്യമൊന്നും ഞാൻ തീരുമാനിച്ചില്ല, പുറത്തേക്ക് പോകാം. എൻ്റെ ഒരു ചെറുപ്പത്തിലൊരു ആഗ്രഹമല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ തീരുമാനിച്ചു പുറത്തേക്ക് പോകാം. അങ്ങനെ ജനുവരി 2022 ഞാൻ നല്ലൊരു IELTS സെൻറ്റർ എല്ലാം റിസർച്ച് ചെയ്തു. ഫെബ്രുവരിയിൽ ഞാൻ IELTS കോച്ചിങ്ങിന് ചേർന്നു. മാർച്ചിൽ ഞാൻ IELTS പരീക്ഷ കൊടുത്തു. ഏപ്രിൽ 1 IELTS പാസ്സാവുകയും ചെയ്തു. ഈ സമയത്തൊന്നും എനിക്ക് കൃപാസനം എന്താണെന്നോ അതിനെപ്പറ്റിയൊന്നും എനിക്കറിയത്തില്ല. എല്ലാം ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ പഠിക്കുന്നു, മാർക്ക് അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. കുടുംബ പ്രാർത്ഥനയൊന്നും മുടക്കാറില്ല. സാധാരണ പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു പോവുകയാണ്. അങ്ങനെ ഏപ്രിൽ IELTS വളരെയധികം നല്ല മാർക്കോടുകൂടി ഞാൻ ജയിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇതെനിക്ക് കിട്ടും, ഈ വിസ എനിക്ക് കിട്ടുന്നതാണ്. ഞാനങ്ങനെ രാജ്യം തീരുമാനിച്ചു, കാനഡയ്ക്ക് പോകാമെന്ന് ഞാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഞാൻ ജൂൺ 6-ാം തീയതി എൻ്റെ വിസ വയ്ക്കുവാണ്. സ്റ്റുഡൻറ്റ് വിസയാണ് ഞാൻ വയ്ക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന കോഴ്സാണെങ്കിൽ പോലും അതെൻ്റെ പഠിത്തത്തിന് ചേർന്ന കോഴ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. റിജക്ഷൻ വരാൻ യാതൊരുവിധ സാധ്യതയും ഇല്ലാത്ത രീതിക്ക് എല്ലാ ലൂപ്പ് ഹോളുകളും അടച്ചിട്ടാണ് വിസ വെച്ചത്. വിസ വയ്ക്കുന്ന സമയത്ത് എനിക്കിത് കിട്ടും എന്ന രീതിക്കാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ എൻ്റെ കഴിവിനെ മാത്രമാണ് ഞാൻ ആശ്രയിച്ച് അങ്ങനെ ഇരിക്കുവാണ്. ഈ സമയങ്ങളിൽ എൻ്റെ വിവാഹം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജനുവരി ഇൻടേക്ക്, അതായത് ഈ ജനുവരി 2023 കാനഡയിലേക്ക് പഠിക്കാനാണ് ഞാൻ വിസ വെച്ചത്. ജൂൺ 6-ാം തീയതി തന്നെ വിസ വെച്ചു. അത്രയും നേരത്തെ വെക്കാൻ ഉള്ളത് ദൈവം സാമ്പത്തികപരമായിട്ടും എല്ലാം ഞങ്ങളെ അനുഗ്രഹിച്ചത് കൊണ്ട് തന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. എൻ്റെ അമ്മ ഒരു ടീച്ചറാണ്. അപ്പോൾ അമ്മ പഠിപ്പിച്ച പല സ്റ്റുഡൻസും ഒക്കെ പല സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തിരുന്നതുകൊണ്ട് എല്ലാം എളുപ്പത്തിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നു. ജൂൺ 6-ന് ഞാൻ വിസ വെച്ചു. അപ്പോൾ പോയി കഴിഞ്ഞ് പിന്നെ എപ്പോൾ വരുമെന്ന് അറിയാത്തത് കൊണ്ട് വിവാഹം അതനുസരിച്ച് സെപ്റ്റംബർ 13, 14 ആ ഒരു തീയതികളിൽ സെപ്റ്റംബർ 10-ന് ഉറപ്പീര് നടത്താമെന്നും ഒക്ടോബർ 29-ന് വിവാഹം നടത്താമെന്നുമാണ് തീരുമാനിച്ചത്. ഇതെല്ലാം ഞാൻ പോകും, ജനുവരിയിൽ ഞാൻ പോകും എന്ന രീതിക്കാണ് ഇതെല്ലാം പ്രിപ്പയർ ചെയ്തത്. പക്ഷേ ഞാൻ ജൂൺ 6-ന് വിസ വെച്ചു. ആ സമയങ്ങളിൽ 3 മാസം എടുക്കുമായിരുന്നു ഡിസിഷൻ അറിയാൻ. സെപ്റ്റംബർ 1-ാം തീയതി എൻ്റെ വിസ റിജക്റ്റ് ആവുകയാണ്. അന്ന് ഞാൻ ഒരുപാട് വിഷമിച്ചു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു കാര്യം. കാരണം എൻ്റെ പ്രൊഫൈൽ ഭയങ്കര ക്ലിയറാണ്. ആ ഒരു ആത്മവിശ്വാസമായിരുന്നു എനിക്ക്. കാരണം എൻ്റെ പ്രൊഫൈൽ ക്ലിയറാണ്, എനിക്ക് പഠിത്തത്തിൽ മാർക്ക് കുറവില്ല, എനിക്ക് ഗ്യാപ്പില്ല, എനിക്ക് ചേർന്ന കോഴ്സാണ് ഞാൻ എടുത്തത്. റിജക്ഷൻ്റെ ഒരു ഇതും വരാത്ത രീതിയിലാണ് ഞാൻ വെച്ചത്. പക്ഷേ അന്ന് റിജക്ഷൻ വന്നു. അപ്പോൾ 13, 14, 15 ദിവസങ്ങളിൽ ആണ് ഞാൻ രണ്ടാമത് റീഅപ്ലൈ ചെയ്യുന്നത്. റീഅപ്ലൈ ചെയ്തപ്പോൾ ഞാൻ ഏജൻസി മാറ്റിയായിരുന്നു. ആദ്യം വെച്ച ഏജൻസി അല്ല, രണ്ടാമത് വേറൊരു ഏജൻസി ത്രൂ ആണ് പോയത്. ആ സമയത്ത് ഞാൻ പ്രീ മാരേജ് കോഴ്സിന് വേണ്ടി ഹസ്ബൻഡുമായിട്ട് കാലടിയിൽ ധ്യാനം ഒക്കെ കൂടുമായിരുന്നു. ആ സമയത്ത് കുമ്പസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യ കുർബാനയ്ക്ക് ശേഷം ഏറ്റവും നന്നായിട്ട് കുമ്പസാരിച്ചത് ഒരു പക്ഷേ അപ്പോഴായിരിക്കും. വളരെയധികം നന്നായിട്ട് തന്നെ കുമ്പസാരിച്ചു. ആ 3 ദിവസം ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ലായിരുന്നു അവിടെ വെച്ച്. ആ സമയത്താണ് എൻ്റെ വിസ റീഅപ്ലൈ ചെയ്യുന്നത് രണ്ടാമത്. അപ്പോൾ ഇത്തവണ അപ്പോഴും ഞാൻ കൃപാസനത്തെ പറ്റിയിട്ടൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. രണ്ടാമത് വിസ വെച്ചു. ഇത്തവണ കിട്ടും, ഉറപ്പായിട്ടും കിട്ടും.
എന്ന രീതിക്കിരുന്നു. ഒക്ടോബർ 26 എൻ്റെ മനസ്സമ്മതമായിരുന്നു. 26 മനസ്സമ്മതത്തിൻ്റെ അന്ന് പോലും ഞാൻ ഈ പള്ളിയിലെ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് വിസ കിട്ടണമെന്നാണ്. അപ്പോൾ എൻ്റെ വിഷയമായിരുന്നു എനിക്ക് വലുത്. അച്ഛൻ്റെ ധ്യാനത്തിലൊക്കെ പറയുന്ന പോലെ വിഷയം ഭയങ്കര ദൈവത്തെക്കാളും എനിക്ക് വലുത് വിഷയമായിരുന്നു. വിസ കിട്ടണം എന്നുള്ളതായിരുന്നു എൻ്റെ പ്രാർത്ഥന മനസ്സമ്മതത്തിൻ്റെ അന്ന് പോലും. അങ്ങനെ മനസ്സമ്മതവും കല്യാണവും തമ്മിൽ 2 ദിവസത്തെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. മനസ്സമ്മതത്തിന് പിറ്റേന്ന് രാത്രി 10 മണിക്ക് എനിക്കൊരു മെയിൽ വന്നു, എഗെയിൻ റിജക്ഷനാണ്. അന്ന് പുലർച്ചെ 3 മണി വരെ ഞാൻ കിടന്ന് കരഞ്ഞു. ഈ വിസ വയ്ക്കുന്ന കാര്യം പൊതുവെ ബന്ധുക്കളോടോ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാനഡയുടെ കേസിൽ എപ്പോഴും റിജക്ഷൻ റേറ്റ് കൂടുതലാണെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കിട്ടിയിട്ട് പറയാം എന്ന രീതിക്കാണ് ഞാനിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു പ്രഷറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. പക്ഷെ മാനസികപരമായി ഞാൻ തളർന്നു. കാരണം ഞാൻ ഒരു പ്ലാൻ ചെയ്ത് വെച്ചു. അതായത് ഞാനിങ്ങനെ കല്യാണം ഒക്ടോബറിൽ കഴിയുന്നു, ഡിസംബറിൽ ഞാൻ കയറി പോകുന്നു, ഹസ്ബൻഡിനെ ഞാൻ പിന്നെ കൊണ്ടുപോകാം, അങ്ങനെയൊക്കെ ഞാൻ കുറേ പ്ലാൻ ചെയ്ത് വെച്ചു. പക്ഷെ കാര്യങ്ങളൊന്നും നടന്നില്ല. അതായത് മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതത്രേ. ആ വചനമാണ് ശരിക്കും എനിക്ക് പറയാനായിട്ട് തോന്നുന്നത്. കാരണം ആ ഒക്ടോബർ 27 രാത്രി 10 മണിക്കുള്ള മെയിലും കൂടി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നി ഇത് എനിക്കറിയില്ല, എൻ്റെ മെറിറ്റ് കൊണ്ട് ഇനി ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല. ഞാൻ ഭയങ്കര ബ്ലാങ്കായിപ്പോയി. ഇനി വിസ കിട്ടി വരാനായിട്ട് ജനുവരി പോക്ക് നടക്കത്തില്ല. അങ്ങനെ ഞാൻ നവംബർ 10 എൻ്റെ മദർ ഇൻ ലോ പറഞ്ഞിട്ടാണ് ഞാൻ കൃപാസനത്തിനെ പറ്റി അറിയുന്നത്. അങ്ങനെ വിവാഹത്തിന് ശേഷം 10ാമത്തെ ദിവസം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഇവിടെ വന്നു. ഞാനാണ് ഉടമ്പടി എടുത്തത്. എൻ്റെ ഉടമ്പടിയിൽ എനിക്ക് അതുവരെ കൃപാസനത്തിനെ പറ്റി അറിയത്തില്ലായിരുന്നു. ഞാനൊരു സാക്ഷ്യങ്ങളും കേട്ടിട്ടുണ്ടായിരുന്നില്ല. എന്താണ് ഇവിടെ ചെയ്യേണ്ടതോ എന്നുള്ള ഒരു യൂട്യൂബ് വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. നവംബർ 10 എൻ്റെ മദർ ഇൻ ലോ പറഞ്ഞു ഇവിടെ വന്നൊന്ന് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. അങ്ങനെ നവംബർ 10 2022 ഞാൻ ഉടമ്പടി എടുത്തതിൽ ഞാൻ ആദ്യം വെച്ച എൻ്റെ നിയോഗം എന്ന് പറയുന്നത് എനിക്കിനി മെയ് മാസമേ എനിക്കിനി പറ്റൂ. ജനുവരി പോയി, ഇനി മെയ് മാസത്തിലെ എനിക്കിനി ഓഫർ കിട്ടണം. മെയ് മാസത്തിൽ ഞാൻ പഠിക്കുന്ന കോളേജിൽ എനിക്ക് ഓഫർ കിട്ടണം. അപ്പോൾ ഏജൻസി എന്നോട് പറഞ്ഞായിരുന്നു മെയ് പ്രതീക്ഷിക്കേണ്ട, സെപ്റ്റംബർ ആകും ചിലപ്പോൾ കിട്ടാനായിട്ട്, നന്നായിട്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. സെപ്റ്റംബർ ആയിപ്പോയാൽ ഞാൻ വെച്ച എൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും എക്സ്പയർ ആവും. കാരണം ഞാൻ ജൂൺ 6 വെച്ച ഡോക്യുമെൻറ്റ്സ് ആണ്. അത് ഇനി അടുത്ത സെപ്റ്റംബർ 2023 എന്ന് പറയുമ്പോൾ എൻ്റെ ഡോക്യുമെൻറ്റുകളെല്ലാം എക്സ്പയർ ആവും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എനിക്ക് പിന്നെയും കയറി ഇറങ്ങിയ സ്ഥലങ്ങളിൽ കൂടി, നോട്ടറിയുടെ അടുത്താണെങ്കിലും CAയുടെ അടുത്താണെങ്കിലും ബാങ്കിലാണെങ്കിലും കയറി ഇറങ്ങിയ സ്ഥലങ്ങളിൽ കൂടി ഇനിയും കയറി ഇറങ്ങാൻ എനിക്ക് വയ്യായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വെച്ചു, മെയ് മാസത്തിൽ എനിക്ക് ഓഫർ കിട്ടണം മാതാവേന്ന് ഞാൻ വെച്ചു. എനിക്ക് നവംബർ 15-ാം തീയതി ഞാൻ ഇവിടുത്തെ യൂട്യൂബിൽ ചൊവ്വാഴ്ച ധ്യാനം കൂടി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഏജൻസിയിൽ നിന്ന് കോൾ വന്നു, മെയിലെ ക്യാഷിലേക്ക് ഓഫർ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ആദ്യത്തെ നിയോഗം അങ്ങനെ 5ാമത്തെ ദിവസം തന്നെ സാധിച്ചു. രണ്ടാമത് ഞാൻ വെച്ചത് എനിക്കിങ്ങനെ എന്തുകൊണ്ടാണ് എപ്പോഴും റിജക്റ്റ് ആവുന്നത്, അതിൻ്റെ എക്സാക്റ്റ് റീസൺ എനിക്കറിയണം എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അതിന് നമ്മൾ പറയുന്നത് കേപ്സ് നോട്ട് എന്നാണ്. ഈ കേപ്സ് നോട്ട് നമുക്ക് ഒരിക്കൽ റിജക്ഷൻ വന്നാൽ 3 മാസം അല്ലെങ്കിൽ ഒരു 2.5 മാസം, ഇതാണ് പൊതുവെ കാനഡയുടെ കേസിൽ എടുക്കുമ്പോൾ നമുക്ക് കേപ്സ് അറിയാനുള്ള ഒരു കാലതാമസം. ആ റീസൺ അറിഞ്ഞിട്ട് വെക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെയും ലേറ്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പം ഞാനങ്ങനെ രണ്ടാമത് വെച്ചു, എനിക്കിങ്ങനെ റിജക്റ്റ് ആവുന്നതിൻ്റെ റീസൺ എനിക്കറിയണം. എനിക്കിനി എൻ്റെ ഭാഗത്ത് നിന്ന് വേറെ ഡോക്യുമെൻറ്റ്സ് ഒന്നും വെക്കാനില്ല, എല്ലാം കൊണ്ടും പ്രൊഫൈൽ ക്ലിയർ ആണ്, കോഴ്സ് മാറ്റേണ്ട ആവശ്യം പോലും ഇല്ല. എല്ലാവരും പറയുന്ന എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ള ആർക്കും അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എക്സാക്റ്റ് റീസൺ അറിയണം മാതാവേ എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് ഇവിടെ ചെയ്യേണ്ട പല കാര്യങ്ങളെയും പറ്റിയിട്ടും വലിയ ബോധ്യമില്ലായിരുന്നു. അതായത് കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞാലും ഞാനത് നവംബർ 10 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നുണ്ട്. പതിയെ എനിക്ക് ബോധ്യങ്ങൾ കിട്ടി തുടങ്ങിയത്. പത്രം അതുപോലെ പള്ളിയിൽ വെക്കരുതെന്നൊക്കെയുള്ള അച്ഛൻ്റെ ധ്യാനമൊക്കെ ഞാൻ പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു പള്ളിയിൽ കൊണ്ട് പത്രം വയ്ക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ. അങ്ങനെ നവംബർ 20-ാം തീയതി ഞാൻ മൂന്നാറിൽ ഹസ്ബൻഡുമായിട്ട് പോയപ്പോൾ അവിടെ ഒരു പള്ളി കണ്ടു. ആ പള്ളിയിൽ ചെന്നിട്ട് എൻ്റെ കയ്യിൽ അപ്പോഴും ഞാൻ ആ പത്രം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എനിക്കറിയത്തില്ലായിരുന്നു പള്ളിയിൽ പത്രം വയ്ക്കാൻ പാടില്ല, അങ്ങനെയല്ല എല്ലാവർക്കും കൊടുക്കണമെന്നാണ്. പക്ഷേ എനിക്ക് ആ സമയത്ത് അറിവില്ലായിരുന്നു. ഞാൻ അവിടെ ചെന്ന്, ആദ്യമായിട്ട് പോകുന്നൊരു പള്ളിയാണ് മൂന്നാറിൽ, പള്ളിയിൽ ചെന്നു. ഈ പത്രം ഞാൻ അവിടെ ഇങ്ങനെ വെച്ചിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് തിരിച്ച് ഞാൻ കാറിൽ കയറിയപ്പോൾ എൻ്റെ ഫോണിലൊരു മെയിൽ വന്നു. എൻ്റെ കേപ്സ് നോട്ടായിരുന്നു അത് നവംബർ 20-നായിരുന്നു. അതായത് 10-ാം തീയതി ഉടമ്പടി എടുത്തു, 15-ന് മെയിലേക്ക് എനിക്ക് ഓഫർ കിട്ടി. 20-ാം തീയതി ഞാനതിൻ്റെ എക്സാക്റ്റ് കാരണം അറിഞ്ഞു. കാരണം എൻ്റെ SOP എഴുതിയിരിക്കുന്നത് വീക്കാണെന്നുള്ളതാണ്.
പക്ഷേ റീസൺ വന്നത് ആദ്യത്തെ റിജക്ഷൻ്റെ റീസൺ ആണ് എനിക്ക് അറിയേണ്ടത് എന്നാണ് ഞാൻ നിയോഗത്തിൽ വെച്ചത്. അത് തന്നെയാണ് വന്നത്. ആദ്യത്തെ റിജക്ഷൻ്റെ റീസൺ ഞാൻ അറിഞ്ഞു, വീക്കാണ് എൻ്റെ SOP എന്ന്. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നം, എൻ്റെ ആദ്യത്തെ റിജക്റ്റ് ചെയ്യാനുള്ള റീസൺ SOP ഒരു പക്ഷേ വീക്കായിരിക്കാം എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് SOP പരമാവധി സ്ട്രോങ് ആയിട്ടാണ് ഞാൻ രണ്ടാമത് വെച്ചത്. അപ്പോൾ രണ്ടാമത് റിജക്റ്റ് ആയതിൻ്റെ റീസണും കൂടി ഞാൻ അറിയണ്ടേ. അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞല്ലോ, രണ്ടാമത് ഞാൻ ഏജൻസി മാറി. ആ ചേച്ചി എന്നോട് പറഞ്ഞു, നമുക്കിനി രണ്ടാമത്തെ റിജക്ഷൻ്റെ റീസണും കൂടി അറിഞ്ഞിട്ട് വിസ വെക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരി, ഓക്കെ, അല്ലാതെ എപ്പോഴും വിസ വെച്ചിട്ട് കാര്യമില്ല, ഇങ്ങനെ പതിയെ സമയമെടുത്ത് എന്തായാലും ഈ 2 നിയോഗങ്ങൾ നടന്നു, ഇനി ഇതും എന്തായാലും നടക്കും എന്ന വിശ്വാസത്തിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ദുബായിക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഇവിടെ റിസൈൻ ചെയ്തു, വിസ കിട്ടും എന്നൊക്കെ വെച്ചിട്ട് സെപ്റ്റംബറിൽ ഞാൻ റിസൈൻ ചെയ്തു. ഒക്ടോബറിൽ വിവാഹം, ഒക്ടോബറിലായിരുന്നു രണ്ടാമത്തെ റിജക്ഷൻ. അപ്പം ഞാൻ ഇനി ഡിസംബറിൽ പോയിട്ട് ഇനി മെയ് വരെ ഞാൻ എന്ത് ചെയ്യും? ഒരു ജോലി ഇല്ലാതെ എനിക്ക് എന്നെ തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഒരിക്കലും ഞാൻ ദുബായി ചെന്നിട്ട് എനിക്കൊരു ജോലി തപ്പേണ്ടി വരും എന്നൊരു സിറ്റുവേഷനൊന്നും ഞാൻ ചിന്തിച്ചിട്ടുമില്ല. അതിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പം എനിക്ക് മനസ്സിലായി, ഈ വിസ ഇനി എൻ്റെ കയ്യിലില്ല. എന്തെങ്കിലും ഇപ്പം എനിക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എനിക്ക് ദുബായിൽ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ DHA എക്സാം ക്ലിയർ ചെയ്യണം, അങ്ങനെയൊക്കെ. പക്ഷേ ഞാൻ 1.5 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കുള്ളൂ. അപ്പം ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ജോലി ഇനി അവിടെ ചെന്നിട്ട് കണ്ടുപിടിക്കണം. ഇതൊക്കെ പെട്ടെന്നായിരുന്നു എൻ്റെ ജീവിതത്തിൽ. വിവാഹത്തിന് ശേഷം എൻ്റേതായ തിരക്കുകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഡിസംബറിൽ ഞാൻ പെട്ടെന്ന് തന്നെ ദുബായിലേക്ക് പോകുന്നു. എനിക്ക് 2 ആഴ്ച കൊണ്ട് എനിക്ക് അവിടെ ഒരു ജോലി കിട്ടി. പക്ഷേ അത് ഞാൻ നിയോഗത്തിൽ വെക്കാത്തൊരു കാര്യമാണ്. നിയോഗങ്ങളിലെല്ലാം ഞാൻ വെച്ചിരിക്കുന്ന വിസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരിക്കലും ഞാൻ അവിടെ ചെന്നിട്ട് എനിക്കൊരു ജോലി കിട്ടണമെന്നോ ഒന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷേ 2 ആഴ്ച കൊണ്ട്, ഞാൻ ഒട്ടും പ്രിപ്പയർ ചെയ്യാതെ ഞാൻ 2 ആഴ്ച കൊണ്ട് എനിക്കൊരു ജോലി കിട്ടി. ഡിസംബർ 13-നായിരുന്നു അത്. പക്ഷേ എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. വേറൊന്നുമല്ല, അവർ പറഞ്ഞു 2 വർഷത്തെ കോൺട്രാക്റ്റ് ഉണ്ട്. ഈ 2 വർഷത്തെ കോൺട്രാക്റ്റ് എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം എൻ്റെ ഡ്രീം, എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ ഇത് ആക്സെപ്റ്റ് ചെയ്താൽ. 13-ാം തീയതി ഡിസംബർ 13-ന് ഈ ജോലി കിട്ടി. തിരിച്ചു വരുന്ന വഴിക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഈ നാട്ടിലും എനിക്ക് ജോലി കിട്ടി, ഇത് മാതാവ് തന്നതാണ്, അല്ലെങ്കിൽ ഒട്ടും പ്രിപ്പയർഡ് ആകാത്ത എനിക്ക് എങ്ങനെ ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായിരുന്നു. ഡിസംബർ 14-ാം തീയതി ഹസ്ബൻഡ് ജോലിക്കൊക്കെ പോയിട്ട് ഞാൻ റൂമിൽ ഭയങ്കര ബ്ലാങ്ക് ആയിപ്പോയി. ഇനി എനിക്കൊരു ജോലി കിട്ടിയാൽ ഇതുപോലെ കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല, എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എനിക്ക് കാനഡയ്ക്ക് പോവുകയും വേണം, ജോലി എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ ഞാൻ 3-ാമത് വെച്ച എൻ്റെ നിയോഗം, 3-ാമത് ഞാൻ വിസ വെക്കുമ്പോൾ എനിക്ക് കിട്ടണം എന്നാണ്. ഇതെൻ്റെ അവസാനത്തെ അറ്റംപ്റ്റ് ആയിരിക്കും. ഇനി ഞാൻ കാനഡ നോക്കത്തില്ല, 3-ാമത് വെക്കുമ്പോൾ എനിക്ക് കിട്ടണം. പക്ഷേ ഡിസംബർ 15-ാം തീയതി ഈ ഡേറ്റിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ നവംബർ 20-ന് ഈ റിജക്ഷൻ്റെ റീസൺ അറിഞ്ഞപ്പോഴേക്കും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയായിരുന്നു. ഡിസംബർ 15-ന് എനിക്ക് 2-ാമത് റിജക്ഷൻ വന്നതിൻ്റെ റീസൺ എനിക്ക് നീ മെയിലായിട്ട് അയച്ചു തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഡിസംബർ 15 എന്ന ഡേറ്റ് ഇട്ട് ഞാൻ നവംബർ 20 തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് റീസൺ അറിയണമെന്നാണ്. 2-ാമത് റിജക്ഷൻ വെച്ചതിൻ്റെ റീസൺ എനിക്ക് അറിയണം, എന്നാലല്ലേ എനിക്ക് 3-ാമത് വെച്ചാലും എനിക്കത് റെക്ടിഫൈ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചത്. പക്ഷേ ഡിസംബർ 15-ാം തീയതി 14-ാം തീയതി തലേ ദിവസം രാത്രി ഞാൻ എൻ്റെ പാസ്പോർട്ടിൽ ഞാൻ ഇവിടുന്ന് കിട്ടിയ തൈലം കുരിശ് വരച്ചു, പാസ്പോർട്ടിൽ കുരിശ് വരച്ചു. ഞാൻ കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ഫോണിലെ Gmail ഐക്കണിൽ ഞാൻ കാശുരൂപം വെച്ച് ഞാൻ കിടന്നു. പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് 5 മിനിറ്റ് മുമ്പുള്ളപ്പോൾ എൻ്റെ ആദ്യത്തെ ഏജൻസി, ആദ്യം ഞാൻ വിസ വെച്ച എൻ്റെ ഏജൻസി എന്നെ വിളിച്ചിട്ട് പറയുവാണ്, ആഷ്ലി, നോർമൽ കോൾ വിളിച്ചു, ഞാൻ എടുത്തില്ല. കാരണം അവിടെ വെച്ച് നോർമൽ കോൾ എടുത്തു കഴിഞ്ഞാൽ പൈസ പോവും. അപ്പോൾ അവർ വാട്സപ്പിൽ വിളിച്ചു, ഞാൻ എടുത്തില്ല, കാരണം ക്ലിയർ ആകത്തില്ല. അപ്പോൾ മാത്രമല്ല, എനിക്ക് ആദ്യത്തെ ഏജൻസിയോടൊരു വിയോജിപ്പുണ്ടായിരുന്നു. അവർ വെച്ച SOP വീക്കായതുകൊണ്ടല്ല എൻ്റെ വിസ റിജക്റ്റ് ആയെന്നുള്ളത് കൊണ്ട് ഞാൻ എടുത്തില്ല. അവർ ബോട്ടിമിലും എന്നെ വിളിച്ചു, ഞാൻ എടുത്തിട്ട് പറഞ്ഞു, ആഷ്ലി കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്തിനാ കൺഗ്രാജുലേഷൻസ്? ഇപ്പം ഇവരുമായിട്ട് എൻ്റെ എല്ലാ ബന്ധവും ഞാൻ നിർത്തിയതാണ്. ആദ്യത്തെ ഏജൻസി ഞാൻ വിട്ടു, വേറൊരു ഏജൻസി ആയി. പിന്നെ ഇവരെന്തിനാ എനിക്ക് കൺഗ്രാജുലേഷൻസ് പറയുന്ന? റീസൺ അറിയണമെങ്കിൽ പോലും അത് ഇവർ ത്രൂ അല്ല ഞാൻ അറിയുക. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, അതെനിക്കിപ്പോഴും പറയുമ്പം അവർ പറഞ്ഞത്, എൻ്റെ ആദ്യത്തെ വിസ റിജക്റ്റായ എൻ്റെ ആദ്യത്തെ വിസ അതവർ റീഓപ്പൺ ചെയ്ത് അപ്രൂവലാക്കി എന്നുള്ളതാണ്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരിക്കലും പ്രാർത്ഥിക്കാത്തൊരു കാര്യമാണ്. ഞാൻ വെച്ചത് 3-ാമത് വിസ വെക്കുമ്പോൾ എനിക്ക് കിട്ടണം എന്നാണ്. പക്ഷെ എനിക്ക് 3-ാമത് പോലും വെക്കേണ്ടി വന്നില്ല. എൻ്റെ ആദ്യത്തെ വിസ തന്നെ, എൻ്റെ റിജക്റ്റായ വിസ അവർ അപ്രൂവ് ആക്കി തന്നു ഈ 15 എന്ന് പറയുന്ന ഡേറ്റിന്.
അതാണ് എനിക്കിവിടെ സാക്ഷ്യപ്പെടുത്താനുള്ളത്. വേറൊരു കാര്യം, ഞാൻ നിയോഗത്തിൽ വെക്കാത്തൊരു കാര്യമാണ്, അതും ഈ ഫെബ്രുവരിയിൽ നടന്നു. അത് വേറൊന്നുമല്ല, ഞാൻ ഈ വിസയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മെയ് മാസത്തിൽ തിരുവനന്തപുരത്ത് മെഡിക്കൽ ചെയ്യാൻ പോയപ്പോൾ അവിടെയുള്ള ഡോക്ടർ എൻ്റെ തൈറോയ്ഡ് ഗ്ലാൻഡിൽ പാൽപ്പേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞു, കുറച്ച് ഒരു വീർപ്പുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യണം, ആൻറ്റി TPOയും T3 T4 TSH ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ചെക്ക് ചെയ്തു. എനിക്ക് TSH കൂടുതലോ കുറവോ എനിക്ക് നല്ല ഓർമ്മയില്ല, എന്തായാലും നോർമൽ ലെവൽ ആയിരുന്നില്ല. ആൻറ്റി TPO വളരെ കൂടുതലായിരുന്നു. അപ്പോൾ ഈ ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് എന്ന് പറയും, ഈ ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് ആയിരുന്നു എനിക്കപ്പോൾ ഉണ്ടായിരുന്നത്. ഞാൻ ജൂൺ 6-ന് തൈറോയിഡിൻ്റെ തൈറോക്സിൻ 50 mg മെഡിസിൻ കഴിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും രാവിലെ നമ്മൾ വെറും വയറ്റിൽ ഈ മരുന്ന് കഴിക്കണം. അങ്ങനെ ഞാൻ കഴിച്ചു. 3 മാസം കഴിഞ്ഞ് ഞാൻ ഒന്നും കൂടെ TSH നോക്കി. TSH നോർമൽ ലെവലാണ്. പക്ഷേ ഡോക്ടർ പറഞ്ഞു ഈ മരുന്ന് അങ്ങനെ പെട്ടെന്ന് നിർത്താൻ പറ്റത്തില്ല, ഇപ്പോഴും 50 mg തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. ഞാൻ കണ്ടിന്യൂ ചെയ്തു. പിന്നെയും 3 മാസം കഴിഞ്ഞു. ഞാൻ നവംബറിൽ ചെക്ക് ചെയ്തു, TSH പിന്നെ നോർമലാണ്. ഡോക്ടർ പറഞ്ഞു തൈറോയ്ഡ് ഗുളിക പെട്ടെന്ന് നിർത്താൻ പറ്റില്ല, വേണമെങ്കിൽ ഞാൻ ഡോസ് കുറച്ച് തരാം, 25 mg വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞു. എന്നാലും വേണ്ട, 50 mg തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ ഞാനിങ്ങനെ പുറത്തേക്ക് പോവുകയാണ്, ഇങ്ങനെ ദുബായിക്ക് പോയി, ഇനി എപ്പോൾ വരുമെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പം അവിടെ വെച്ച് ചെക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ശരി. അങ്ങനെ ഞാൻ ഡിസംബറിലും ജാനുവരിയിലുള്ള ഇവിടെയുള്ള ചൊവ്വാഴ്ചത്തെ രോഗശാന്തി ശുശ്രൂഷ ധ്യാനത്തിന് ശേഷം അച്ഛൻ രോഗശാന്തി ശുശ്രൂഷയിൽ നിങ്ങൾക്ക് വേദന ഉള്ളിടത്തും അസുഖമുള്ളിടത്തും ഒക്കെ കൈവച്ച് പ്രാർത്ഥിക്കാനായിട്ട് അച്ഛൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ എൻ്റെ തൊണ്ടയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. ആദ്യമൊക്കെ ഞാൻ വെറുതെ കൈവച്ച് പ്രാർത്ഥിക്കും, മാറണമെങ്കിൽ മാറട്ടെ എന്ന രീതിക്കായിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായി. എൻ്റെ ഈ പ്രായത്തിൽ ഞാൻ എന്തിനാണ് ഇങ്ങനെ എല്ലാ ദിവസവും രാവിലെ മുടങ്ങാണ്ട് ഒരു ഗുളിക ഞാൻ എന്തിനു കഴിക്കുന്നു എന്നൊരു ഇത് എനിക്ക് തോന്നി. എനിക്കങ്ങനെ കഴിക്കാൻ തോന്നുന്നില്ല. എനിക്കൊരു നമുക്ക് എല്ലാവർക്കും ഷുഗർ, പ്രഷർ എന്നൊക്കെ ഉള്ള പോലെ എനിക്ക് തൈറോയിഡ് ഈ പ്രായത്തിൽ തന്നെ ഇങ്ങനെ കഴിക്കുന്നത് എനിക്ക് തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു തോന്നൽ എനിക്ക് തോന്നി. പിന്നെ ഞാൻ കാര്യമായിട്ട് തന്നെ തൊണ്ടയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, തൈലം വെച്ച്. എല്ലാ ദിവസവും വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഇവിടുത്തെ സായാഹ്ന പ്രാർത്ഥന ചൊല്ലിക്കഴിയുമ്പോൾ ഞാൻ തൊണ്ടയിലും കൂടി തൈലം വെച്ചിട്ട് ഞാൻ കുരിശ് വരയ്ക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ നാട്ടിൽ വന്നു. ഞാൻ ഒന്നും കൂടി TSH നോക്കി. ഞാൻ നോക്കിയപ്പോൾ TSH ലെവൽ ഭയങ്കര കുറവ്. അപ്പം ഞാനിങ്ങനെ അമ്മയോട് ഇങ്ങനെ ഞാൻ പറഞ്ഞ് ഇപ്പോഴും ഓർക്കുന്നു, പക്ഷെ മാതാവ് എന്താ ഇങ്ങനെ ചെയ്തത്? ഞാൻ TSH എനിക്കിനി ഗുളിക കഴിക്കണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും എൻ്റെ TSH ഭയങ്കരമായിട്ട് കുറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞു. ഇങ്ങനെ മാതാവ് ചെയ്യേണ്ടതല്ലല്ലോ എന്ന് തന്നെ ഞാനിങ്ങനെ പറഞ്ഞു. പിറ്റേന്ന് ഞാൻ ഈ റിപ്പോർട്ടും കൊണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, ആഷ്ലി ഇനി മരുന്ന് കഴിക്കണ്ട, ഇത് മരുന്ന് കഴിച്ച് കുറഞ്ഞു പോയതാണ്. എനിക്ക് അത്ര പോലും ചിന്തിക്കാനുള്ളൊരു ബോധം പോലും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. TSH നോർമൽ ലെവലിൽ തന്നെ ആയിരുന്നെങ്കിൽ ഞാൻ ഈ ഡോസ് ഒന്ന് കുറച്ചിട്ട് പിന്നെയും കഴിക്കേണ്ടി വന്നേനെ. പക്ഷേ അത് നോർമലിൽ നിന്ന് വല്ലാതെ കുറഞ്ഞത് മരുന്ന് കഴിച്ച് കുറഞ്ഞു പോയതുകൊണ്ട് ഇനി മരുന്ന് കഴിക്കണ്ട എന്ന് ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ എനിക്കിനി മരുന്ന് കഴിക്കണ്ട എന്ന് പറഞ്ഞതുപോലെ ഡോക്ടർ പറയുകയാണ് ചെയ്തത്. ഇതാണ് എനിക്ക് ഈ ആൾക്കാരെ നിൽക്കാൻ പറ്റിയതിൽ തന്നെ വളരെയധികം സന്തോഷവും ഒരുപാട് നന്ദിയും ഞാൻ കൃപാസന മാതാവിനും ഈശോയ്ക്കും അർപ്പിക്കുന്നു.